ഒരു ഡിസീസ് പഠിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്, അത് എന്തുകൊണ്ട് വരുന്നുണ്ട്, എന്തൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, പിന്നെ പേഷ്യന്റ് പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും. സോ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു തറവായിട്ടുള്ള സ്റ്റഡി വളരെ പ്രധാനപ്പെട്ടത്. പ്രൊവൈഡ് ചെയ്യുന്ന പവർ പാക്ക് എന്താണ്? അതായത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി, NCLEX RN സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ, അതായത് വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ്, ഈ പല തരത്തിലുള്ള, നമ്മൾ ഈ പറഞ്ഞ പോലെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അനിമേഷൻ ക്ലാസ്സസ്, അതായത് പല ഇപ്പം അനാട്ടമി ആണെങ്കിലും അതല്ല ഡിസീസ് പ്രോസസ് ആണെങ്കിലും ഒക്കെ നമുക്ക് അനിമേഷൻ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഒന്ന് അത് ഇൻട്രസ്റ്റിംഗ് ആണ്, രണ്ടാമത് നമ്മൾ കേൾക്കുന്നു. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് പോഡ്കാസ്റ്റ്. നഴ്സിംഗ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോയി ഏതെങ്കിലും ഒരു രാജ്യത്ത് വെൽ സെറ്റിൽഡ് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആകുന്നത് ഒരു ഡ്രീം തന്നെയാണ്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് NCLEX RN ക്രാക്ക് ചെയ്ത് കൺസേൺഡ് കൺട്രീസിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇന്ന് എന്നോടൊപ്പം പോഡ്കാസ്റ്റിലുള്ളത് എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി ഫോർ നഴ്സസിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ഷൈൻ സാറാണ്. സർ, വെൽക്കം ടു ദ സെഷൻ. ഇന്ന് പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് NCLEX RN എക്സാമിന്റെ ഒരു ഓവറോൾ ഓറിയന്റേഷൻ ആണ്. സർ, അതായത് NCLEX RN എക്സാം എന്ന് പറയുമ്പോൾ അതൊരു ലൈസൻഷ്യർ എക്സാം ആണ്. അതായത് നാഷണൽ കൗൺസിൽ ഫോർ ലൈസൻഷ്യർ എക്സാം എന്നാണ് അതിന് പറയുക. വിദേശ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുകൂടാതെ കാനഡ, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളിലൊക്കെ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ലൈസൻഷ്യർ എക്സാം ആണിത്. അതായത് ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച്, അതായത് നമ്മളിപ്പം അവിടെ ഈ ഒരു രാജ്യത്ത് ഏത് സ്റ്റേറ്റിലായിട്ടാണോ പോകുന്നത്, സോ അതനുസരിച്ച് ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും. എങ്കിലും ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യങ്ങളിൽ നമുക്ക് ഏതാണോ വർക്ക് ചെയ്യാൻ സ്യൂട്ട് ആയിട്ടുള്ള ആ രാജ്യത്ത് നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. സോ ഇതാണ് ബേസിക് ആയിട്ട് NCLEX RN എക്സാം എന്ന് പറയുക. അതുകൂടാതെ തന്നെ നമ്മുടെ പല കുട്ടികൾക്കും ഒക്കെ ഉള്ള ഡൗട്ടാണ്, ഈ NCLEX RN എക്സാം എന്ന് പറയുമ്പോൾ അതൊരു ഹൈ എൻഡ് എക്സാം ആണ്, ഒരു ഹൈ ലെവൽ എക്സാം ആണ്. അപ്പോൾ അത് ക്രാക്ക് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ബാലികറ മലയാണ്, അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പലർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എജൂസ് അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരുപാട്, ഇപ്പോൾ ഗവൺമെന്റ് എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് എക്സാംസിനൊക്കെ നല്ല റാങ്ക്, ഒന്നാം റാങ്ക് ഉൾപ്പെടെ ഒരുപാട് റാങ്കുകളൊക്കെ നമ്മുടെ കുട്ടികൾ നേടിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള, അതായത് നമ്മുടെ തന്നെ പല കുട്ടികളുടെയൊക്കെ ഒരു ആവശ്യം, ഒരു ദീർഘകാല ഒരു ആവശ്യമായിരുന്നു ഇതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള എക്സാംസിന്റെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഇത് വേണം എന്നുള്ളത്. സോ അതിൻ്റെയൊക്കെ ഒരു ആവശ്യം പരിഗണിച്ച് തന്നെയാണ് നമ്മൾ NCLEX RN ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു ടൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു എക്സാം സ്ട്രാറ്റജി ഒക്കെ അറിഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാം ആണ് NCLEX RN എക്സാം എന്ന് പറയുക. അപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ എജൂസ് അക്കാഡമി ഫോർ നഴ്സസ് NCLEX RN എക്സാമിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻട്രൽ ലെവൽ എക്സാംസ് ആകട്ടെ, സ്റ്റേറ്റ് ലെവൽ എക്സാംസ് ആകട്ടെ, ഒത്തിരി എക്സാംസ് ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ തന്നെ ക്രാക്ക് ചെയ്തൊരു വ്യക്തിയാണ്. എയിംസ് പോലുള്ള കോളേജസിൽ, ഇന്ത്യയിലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് എയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒത്തിരി ദീർഘവർഷങ്ങളായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് സാർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. റീസെന്റ് കേരള PSC കണ്ടക്ട് ചെയ്ത അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിൽ 9th റാങ്കോടുകൂടെ സാർ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി NCLEX RN കോച്ചിങ് ഉണ്ടെങ്കിലും ഇത്തരം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സാറിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ കോഴ്സിൻ്റെ കൂടെ ഞങ്ങൾ ആഡ് ഓൺ ചെയ്യുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ സാർ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. ബേസിക്കലി ഒരു NCLEX RN എക്സാം എന്ന് പറയുന്നത് എന്താണ്? ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ് മേ ബി ഒരു എക്സാമിനെ കുറിച്ച് അറിയുന്നുണ്ടാവും പോലുമില്ല. അപ്പോൾ ഒരു ആൾക്ക് ബേസിക് ആയിട്ട് നമുക്ക് എന്താണ് എക്സാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാവോ? അതായത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ, അതായത് ഇപ്പോൾ കേരളത്തിൽ നഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാകുന്നു. അതിനുശേഷം അവർ ഓട്ടോമാറ്റിക്കലി നമുക്ക് നഴ്സിംഗ് കൗൺസിലിലേക്ക് രജിസ്ട്രേഷൻ ആകുന്നു. അതായത് KNMC, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ എന്ന കൗൺസിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ഇടുക. സോ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. സോ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങൾ, US അല്ലെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ, എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു ലൈസൻഷ്യർ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. സോ ഇതാണ് ബേസിക്കലി NCLEX RN എക്സാം എന്ന് പറയുക. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ NCLEX RN എക്സാമിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് എക്സാം പാറ്റേൺ ഒക്കെ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ NCLEX RN എക്സാം പറയുക നമ്മൾ നെക്സ്റ്റ് ജെൻ NGN, നെക്സ്റ്റ് ജെൻ
NCLEX ആറിന് എക്സാം എന്ന് പറയുക. അതായത് ഈ നമ്മുടെയൊക്കെ എല്ലാ എക്സാംസിനും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ളത് പോലെ തന്നെ ഈ NCLEX ആറിന് എക്സാംസിനും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അതായിരിക്കാം എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെയൊക്കെ ഒരു പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഘടകം. അതായത് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ എക്സാം പാസ്സാകാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള കുറച്ച് പേടിയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യൻസ് ലെവൽ എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്? എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മാത്രമല്ല, പാറ്റേണിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എക്സാം ഡ്യൂറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്പിറൻസിന് അറിയാൻ താല്പര്യം ഉണ്ടാകും. സാർ അത് ഷെയർ ചെയ്യാം. യൂഷ്വലി NCLEX ആറിന് എക്സാം സാധാരണ ഇത് കണ്ടക്ട് ചെയ്യപ്പെടുക ഒരു ഡ്യൂറേഷൻ കുറച്ച് പറയുകയാണെങ്കിൽ 5 hours എക്സാം ആണ്. അതായത് അതിന്റെ എക്സാം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ഒരു 85 to 150 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് ഇതൊരു കമ്പ്യൂട്ടർ അഡാപ്റ്റേഷൻ ടെസ്റ്റ് ആണ്, CAT എക്സാം എന്ന് നമ്മൾ പറയും. അതായത് എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. ഇപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ നമ്മളത് അറ്റൻഡ് ചെയ്യുക, അത് മേ ബി അത് റൈറ്റ് ആകാം, റോങ് ആകാം. സോ റോങ് ആയി തന്നെ അത് ഏത് ലെവലിലാണ് നമ്മൾ റോങ് ആയിരിക്കുന്നത്. സോ നമ്മൾ എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക, സോ അതനുസരിച്ചിട്ടായിരിക്കും അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 85 മുതൽ 150 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അതിൽ ഇപ്പം ഒരുമാതിരി നന്നായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം 85 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ എക്സാം ആ വിദ്യാർത്ഥിക്ക്, ആ ഒരു കാൻഡിഡേറ്റിന് എക്സാം എൻഡ് ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ അത് ഡിപ്പെൻസ്, ഓരോ കുട്ടികളും ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന ടൈം ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ CAT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അഡാപ്റ്റേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് എൻഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഡ്യൂറേഷനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, അതായത് നമ്മൾ സാധാരണ ഒരു ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ എന്നുള്ളതാണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിന് ഒരു ആൻസർ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിന് 5 or 6 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ശരിയായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ചൂസ് ചെയ്യുക, അതായത് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ അതുകൂടാതെ തന്നെ പ്രയോറിറ്റി വൈസ് നമ്മൾ പേഷ്യൻ്റെ നീഡ് പ്രയോറിറ്റി വൈസ് നമ്മൾ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. അതുകൂടാതെ തന്നെ ഇപ്പം സിംറ്റംസ് നോക്കുക, സിംറ്റംസിൽ നിന്ന് ഡയഗ്നോസിസിലേക്ക് എത്തുക, അങ്ങനെ പല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 6-7 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ NGN എക്സാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ കേസ് സ്റ്റഡി പോലെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരു സ്റ്റെം ഉണ്ടാകും, അതിലൊരു 5 or 6 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ടുണ്ടാകും. സോ അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണ്, നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുകൂടാതെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ നമുക്കത് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇപ്പൊ നഴ്സിംഗിൽ തന്നെ ഒരു ടഫസ്റ്റ് ലെവൽ ഓഫ് എക്സാം എന്നാണ് NCLEX ആറിന് പൊതുവെയുള്ള ഒരു ധാരണ. അപ്പൊ എന്തായിരിക്കാം ഈ ഒരു ധാരണയ്ക്ക് കാരണം? എങ്ങനെയാണ് ഈ എക്സാമിന്റെ ഉള്ള വെല്ലുവിളികൾ ഉദ്യോഗാർത്ഥികൾ ഓവർകം ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ഈ ഒരു ഈ ടഫും അല്ലെങ്കിൽ ഈസി എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ട്രെയിൻ ചെയ്യപ്പെടുക, ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എപ്പോഴും ഞാൻ നമ്മളെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നമ്മളൊരു എക്സാം പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ, അതായത് ഒരു എക്സാം പാറ്റേൺ അറിഞ്ഞ് ആ ഒരു സിലബസ് ഒക്കെ അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഒരു രാജ്യത്താണ് ജോലി ചെയ്യാനായിട്ട് പോവുക, അപ്പോൾ അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ ലോസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. അതുകൂടാതെ പേഷ്യൻ്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. പിന്നെ എപ്പോഴും പേഷ്യൻ്റ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ പേഷ്യൻ്റ് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ രീതിയിലൊക്കെ നമ്മൾ പഠിക്കുകയാണ്, ആ രീതിയിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ആ രീതിയിൽ ട്രെയിൻ ആവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് അതൊരു നല്ല സ്ട്രാറ്റജിയാണ്. പക്ഷെ അത് ഫുൾ ലെവലിലോട്ട് നമുക്ക് എത്തത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലിനിക്കൽ ലെവൽ ജഡ്ജ്മെന്റ് ആണെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെ പറ്റി സാറിന് എന്താണ് പറഞ്ഞിട്ട്, ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ട് പോയാൽ മതിയോ, അതോ ഈ 4 വർഷം അല്ലെങ്കിൽ 3.5 വർഷം കൊണ്ട് ഒരാൾ പഠിക്കുന്നത് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഫുൾ തിയറി മനസ്സിലാക്കണോ? എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? അതില് ബേസിക്കലി നമ്മുടെ കുട്ടികളൊക്കെ സാധാരണ വരുത്തുന്ന ഒരു തെറ്റാണ്. അതായത് ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ടായിരിക്കും പോവുക. സോ നമുക്കൊരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ്, നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണം നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. പല തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക, കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിയാനായിട്ട്. അപ്പോൾ തിയറി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, NCLEX ആറിന് എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ സ്റ്റിൽ ദർ ഇസ് എ ഡീമോട്ടിവേറ്റിംഗ് ഫാക്ടർ. ഈ പറഞ്ഞതുപോലെ ഒരു ടഫസ്റ്റ് ലെവൽ എക്സാം ആണെന്നുള്ളൊരു തോന്നല്, എന്നെ കൊണ്ട്
ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ കോഴ്സ് ഇൻട്രൊഡ്യൂസ് എജ്യൂസ് അക്കാഡമി കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ട്രൂ ആസ്പിരന്റ് എജ്യൂസ് അക്കാഡമിയിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് അല്ലേ? പ്രൊവൈഡ്? ഓക്കെ, ഒന്നാമതായിട്ട് ഇതിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും അത് എന്താണ്, അത് എന്തുകൊണ്ട്, ഇപ്പം ഒരു ഡിസീസ് പഠിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്, അത് എന്തുകൊണ്ട് വരുന്നുണ്ട്, എന്തൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, പിന്നെ പേഷ്യന്റ് പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും. സോ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു തറവായിട്ടുള്ള സ്റ്റഡി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ പലയിടത്തും ഒക്കെ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് പലപ്പോഴും പഠിച്ചിട്ട് അവർക്ക് ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ ക്ലിയർ ആയി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്യാം, അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. പക്ഷെ അത് എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് പോയത് എന്നുള്ളത്, അതായത് കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ നമ്മൾ ശരിക്കും നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറീസ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കൺസെപ്റ്റ് ക്ലാരിറ്റി ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അനിമേഷൻ ക്ലാസ്സസ്, അതായത് ഇപ്പം അനാട്ടമി ആണെങ്കിലും അതല്ല ഡിസീസ് പ്രോസസ് ആണെങ്കിലും ഒക്കെ നമുക്ക് അനിമേഷൻ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഒന്ന് അത് ഇൻട്രസ്റ്റിംഗ് ആണ്, രണ്ടാമത് നമ്മൾ കേൾക്കുന്നു, നമ്മൾ കാണുന്നു, കണ്ടുപഠിക്കുന്നു, കേട്ട് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നില്ല. നമ്മളിപ്പം എക്സാം ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാലും അതെ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മ വരുന്നു, നമുക്ക് അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയും. സോ ഒരു രീതിയിൽ അപ്പം തിയറി കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ളത് നമ്മൾ പരിശീലിപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു സക്സസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. യൂഷ്വലി നമ്മുടെ എൻക്ലെക്സ് ആറിന് എക്സാംസിന് ഈ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് മനസ്സിലാകുന്ന തരത്തിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അതായത് ഒരു 64 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു മെയിൽ പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പേഷ്യന്റ് ഹിസ്റ്ററി ഉണ്ട്, ലൈക്ക് ഹൈപ്പർ ടെൻഷൻ ഹിസ്റ്ററി ഉണ്ട്, അതുകൂടാതെ CAD കൊറോണറി ആർട്ടറി ഡിസീസിന്റെ ഹിസ്റ്ററി ഉണ്ട്. പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുമ്പോൾ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ക്രഷിംഗ് സബ്സ്റ്റേണൽ ചെസ്റ്റ് പെയിൻ, അതായത് നമ്മുടെ സ്റ്റേണത്തിന്റെ താഴെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ അടിയിലായിട്ട് ഉണ്ടാകുന്ന വളരെ ക്രഷിംഗ് ആയിട്ടുള്ള ഒരു ചെസ്റ്റ് പെയിൻ ആണ് ഉണ്ടാവുക. അതുകൂടാതെ അത് ലെഫ്റ്റ് ആമിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പേഷ്യന്റ് ഡയാഫോറസിസ്, അതായത് എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ട്. പേഷ്യന്റ് ആങ്ഷ്യസ് ആണ്. അതുകൂടാതെ പേഷ്യന്റ് വൈറ്റൽ സൈൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ BP ഒരു 86/54 millimeters ഓഫ് മെർക്കുറി ആണ്. ഹാർട്ട് റേറ്റ് 48 beats per minute ആണ്. റെസ്പിറേഷൻ ഒരു 22 breaths per minute ആണ്. SpO2 89% ഓൺ റൂം എയർ ആണ്. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന്റെ ECG ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഒരു ST സെഗ്മെന്റ് എലിവേഷൻ ഇൻ ലീഡ് 2-3 AVF. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ വരിക. അതായത് ഒരു സിനാരിയോ നമുക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം മേ ബി ഒരു ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ഉണ്ടാകും, അതായത് ഈ ഒരു പേഷ്യന്റ് നമ്മൾ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുക, അതായത് പ്രയോറിറ്റി ബേസിൽ നമ്മൾ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. സോ അതിന്റെ ഓപ്ഷൻസ് ആയിട്ട് മേ ബി നമുക്കൊരു ഓപ്ഷൻ A എന്ന് പറഞ്ഞിട്ട് പ്ലേസ് എ ക്ലയന്റ് ഓൺ കണ്ടിന്യൂസ് കാർഡിയാക് മോണിറ്ററിംഗ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യന്റ് കാർഡിയാക് മോണിറ്ററിംഗ് കൊടുക്കാം. അടുത്തതായിട്ട് അഡ്മിനിസ്റ്റർ ഓക്സിജൻ വയ nasal cannula at 2 liters per minute. കൂടാതെ give sublingual nitroglycerin as prescribed. Then option D ആയിട്ട് administer IV morphine for chest pain. Option E ആയിട്ട് place the client in high fowler's position. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മുടെ കാൻഡിഡേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ, ഇതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾ നോക്കും, ഓപ്ഷൻ A നോക്കുമ്പോഴത്തേക്ക് പ്ലേസ് ദ ക്ലയന്റ് ഓൺ കണ്ടിന്യൂസ് കാർഡിയാക് മോണിറ്ററിംഗ്, അതായത് പേഷ്യന്റിന് ചെസ്റ്റ് പെയിൻ ഉണ്ട്, ECG ചേഞ്ചസ് ഒക്കെ ഉണ്ട്, അതായത് 2-3 AVF-ലാണ് ECG ചേഞ്ചസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊരു ഇൻഫീരിയർ വാൾ MI ആണ്. പ്രത്യേകിച്ച് പേഷ്യന്റ് MI ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റ് ഒരു കണ്ടിന്യൂസ് കാർഡിയാക് മോണിറ്ററിംഗ് നമ്മൾ കൊടുക്കണം, അത് പ്രയോറിറ്റി ആണ്. അതുകൂടാതെ പേഷ്യന്റ് SpO2 പറഞ്ഞിരിക്കുന്നത് 89% ഇൻ റൂം എയർ ആണ്. അപ്പോൾ നമ്മൾ സാച്ചുറേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു 24-26 ഒക്കെ ഉണ്ടാകും. സോ റൂം എയറിൽ 89 എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്. അതുകൂടാതെ തന്നെ ഈ MIയുടെ നമ്മുടെ പെത്തോഫിസിയോളജി ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ഇംബാലൻസ് ബിറ്റ്വീൻ ഓക്സിജൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതായത് ഡിമാൻഡ് കൂടും സപ്ലൈ അവിടെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്സിജൻ പേഷ്യന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുക. സോ അത് ഒരു പ്രയോറിറ്റി ആണ്. മൂന്നാമത്തെ നമ്മൾ സാധാരണ നമ്മൾ കാണാനൊക്കെ പഠിച്ചു വെക്കുന്നത് സബ്ലിംഗ്വൽ നൈട്രോഗ്ലിസറിൻ NDG നമ്മൾ പേഷ്യന്റിന് കൊടുക്കണം. കാരണം ഇവിടെ പേഷ്യന്റിന് കൊറോണറി ആർട്ടറി ചുരുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആ കൊറോണറി ആർട്ടറിയെ ഡൈലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നൈട്രോഗ്ലിസറിൻ കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കുക. പക്ഷേ ഇവിടെയാണ് നമ്മൾ ആ ഒരു സ്കില്ല് കൂടെ നമ്മൾ നോക്കേണ്ടത്. അതായത്
പേഷ്യന്റിന് ഹൈപ്പോ ടെൻഷൻ ആണ്, പേഷ്യന്റ് ബി പി കുറഞ്ഞിട്ടാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ നൈട്രോഗ്ലിസറിൻ കൊടുക്കില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ബി പി പിന്നെയും കുറയും, പേഷ്യന്റ് ഹൈപ്പോ ടെൻഷൻ പിന്നെയും കൂടിയിട്ട് പേഷ്യന്റ് കുറച്ചുകൂടെ പേഷ്യന്റെ കണ്ടീഷൻ വേഴ്സൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ ഓപ്ഷൻ ഡി നേരത്തെ പറഞ്ഞ പോലെ IV മോർഫിൻ നമ്മൾ സാധാരണ കൊടുക്കും. സാധാരണ ഈ സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ വരും നമ്മൾ IV മോർഫിൻ കൊടുക്കാറുണ്ട്. സോ അതും ഈ ഒരു പേഷ്യന്റിന് ആപ്ലിക്കബിൾ ആണ്. അതുകൂടാതെ അഞ്ചാമത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കണം എന്നാണ്. സോ ബേസിക്കലി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പേഷ്യന്റ് ഹൈപ്പോ ടെൻഷൻ ആണ്, അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഹൈ ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കില്ല. പകരം നമ്മൾ പറ്റുമെങ്കിൽ എക്സ്ട്രിമിറ്റീസ് റേസ് ചെയ്യാനാണ് നമ്മൾ പറയുക. കാരണം വീനസ് റിട്ടേൺ കൂടിയിട്ട് അവിടെ പേഷ്യന്റ് BP ഒക്കെ ഒന്ന് ഇൻക്രീസ് ആവും. സോ ഈ രീതിയിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ABD ഓപ്ഷൻ എയും ബിയും ഡിയും ആണ് ഈ പേഷ്യന്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണ്, ഈ ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് കഴിയും. എജ്യൂസ് അക്കാഡമി ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പവർ പാക്ക് എന്താണ്? അതായത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി NCLEX RN സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പാക്കേജ് ആണ് ഈ പവർ പാക്ക് എന്ന് പറയുക. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. സോ ഇതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം പാസ്സാകാനായിട്ട് കഴിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ പാക്കിൽ വരുന്ന ഒരു 3000-ഓളം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അതിന്റെ ഡിസ്കഷൻ അത് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അതിനെക്കുറിച്ചുള്ള നോട്ട്സ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. ലൈക്ക് മൈക്രോ നോട്ട്സ് പോലെ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ തന്നെ പ്രിപ്പയർ ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു മൈക്രോ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വർക്ക് ബുക്ക് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ 2 വോളിയമായിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് പല തരത്തിലുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് തന്നെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വർക്ക് ബുക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് 2 വോളിയമായിട്ടാണ് കൊടുക്കുക. സോ അതിൽ ഇപ്പം സപ്പോസ് ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഈ രീതിയിലാണ് നമ്മുടെ ഒരു പവർ പാക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ആസ്പിറൻസ് വർക്ക് ചെയ്യുന്നവരായിരിക്കും, പ്രൈവറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ഫാമിലി ഉള്ളവരായിരിക്കും. അപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവർ കോച്ചിങ് എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി ആൾക്കാരും പാതി വഴിക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എജ്യൂസിലോട്ട് അവർ വരുമ്പോൾ ഇപ്പൊ മെന്റർഷിപ്പിന്റെ കേസിലാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ സെഷൻസ്, റെഗുലർ ആയിട്ടുള്ളൊരു ഫോളോ അപ്പ്, ഇത്തരം കൺസേൺസ് അവർക്കൊരു ക്ലാരിറ്റി വരുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും. അതായത് നമ്മൾ സാധാരണ കുട്ടികളെ പഠിപ്പിച്ച് വെറുതെ അങ്ങ് വിടുകയല്ല, ആ ഒരു രീതിയിലല്ല നമ്മൾ ചെയ്യുക. കുട്ടികൾ ഒന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് അവർ പഠിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പീരിയോഡിക് ആയിട്ടുള്ള ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇവാലുവേഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അവർക്ക് സ്റ്റുഡൻസിന് നമ്മൾ മെന്റേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കും. അവർ അതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോളും. അതുകൂടാതെ തന്നെ ഈ ഒരു എക്സാമിൽ ഏത് എക്സാം വന്നു കഴിഞ്ഞാലും ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് എൻഷുർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ പോലെ പലരും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ഉള്ളവരായിരിക്കാം. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴാണ് അവർ ഫ്രീ ആവുക, എപ്പോഴാണ് അവരുടെ കൺവീനിയൻസ്, അവരുടെ ഡ്യൂട്ടിയൊക്കെ ഇപ്പൊ നൈറ്റ് ഉള്ളവരുണ്ടാവും, മോർണിംഗ് ഈവനിങ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. സോ അവരുടെയൊക്കെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ടൈമിലായിരിക്കും നമ്മൾ ഈ ക്ലാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. സോ ഈ രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും NCLEX RN എനിക്ക് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് എജ്യൂസിലോട്ട് വരാം. തീർച്ചയായും അതെ. അതായത് ഈ പറഞ്ഞ പോലെ NCLEX RN ഒരു ബാലികേറാമല അല്ല, അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, അങ്ങനെയൊക്കെ തോന്നലുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഉറപ്പായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. നന്നായിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പൊസിഷനിൽ എത്തിച്ചേരാനുള്ള അതിനുള്ള എല്ലാ സിറ്റുവേഷൻസും നമ്മൾ തരുന്നതായിരിക്കും. NCLEX RN ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ഓരോ സ്റ്റെപ്സിലും ഫുൾ സപ്പോർട്ടുമായി എജ്യൂസ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ പുതിയൊരു അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻസും ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുമായിരിക്കും. അൺടിൽ കീപ് വാച്ചിങ്. താങ്ക് യു സർ. താങ്ക് യു.